മാക്സ് ബീർബൂമിൻ്റെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്ന എസ്സേയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഇത് അവസാനത്തെ ഭാഗമാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും നോക്കാം. Even if you go to some definite place for some definite purpose, the brain would rather you took a vehicle, but it does not make a point of this. It will serve you well enough unless you are going out for a walk. Even if you go for some definite place, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേക സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, ഫോർ സം ഡെഫിനിറ്റ് പർപ്പസ്, എന്തെങ്കിലും പ്രത്യേക കാരണത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ, ദ ബ്രെയിൻ വുഡ് റാദർ യു ടുക്ക് എ വെഹിക്കിൾ. ബ്രെയിന് നിങ്ങളോട് പറയുക ഒരു വാഹനം എടുത്ത് പോവാനാണ്. വുഡ് റാദർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രിഫർ എന്നർത്ഥം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നതിനാണ് വുഡ് റാദർ എന്ന് പറയുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഷീ വുഡ് റാദർ ഡൈ ദാൻ മാരി ഹിം. അവനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് അവൾ മരിക്കുന്നതാണ്. അങ്ങനെ പ്രിഫർ ചെയ്ത് പറയുന്നതിനാണ് വുഡ് റാദർ എന്ന് പറയുക. വുഡ് റിഫർ ടു എന്നർത്ഥം. അപ്പോൾ ദ ബ്രെയിൻ വുഡ് റാദർ യു, ഈ ബ്രെയിന് നിങ്ങളോട് റിഫർ ചെയ്യുന്നത്, നിങ്ങളോട് പറയുന്നത് ടുക്ക് എ വെഹിക്കിൾ, ഒരു വാഹനം എടുത്ത് പോകാനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾ വാഹനം എടുത്തു പോകണമെന്നാണ് ബ്രെയിൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ പോയിൻ്റ് ഓഫ് ദിസ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രെയിൻ എന്നർത്ഥം. ടു മേക്ക് എ പോയിൻ്റ് ഓഫ് ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം ടു ബി ഓർ മേക്ക് ഷുവർ യു ഡു സംതിങ് ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഓർ നെസസറി. എന്തെങ്കിലും ഒരു കാര്യം അത് വളരെ പ്രാധാന്യമായതും ആവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ടു മേക്ക് എ പോയിൻ്റ് ഓഫ് എന്നതിൻ്റെ അർത്ഥം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ മെയ്ഡ് എ പോയിൻ്റ് ഓഫ് ക്ലോസിങ് ആൾ വിൻഡോസ് ബിഫോർ ലീവിങ് ദ കോളേജ്. കോളേജ് വിടുന്നതിന് മുമ്പ്, കോളേജിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാ വാതിലുകളും ജനലുകളുമൊക്കെ അടച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഉദാഹരണം പറയുന്നത് പോലെ. അപ്പോൾ ടു മേക്ക് എ പോയിൻ്റ് ഓഫ് ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം അത് ചെയ്യാൻ വേണ്ടി അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അതിനാണ് ടു മേക്ക് എ പോയിൻ്റ് ഓഫ് ഡൂയിങ് സംതിങ് എന്ന് പറയുക. അപ്പോൾ പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ പോയിൻ്റ് ഓഫ് ദിസ്. ബ്രെയിന് ഇതൊരു നിർബന്ധമായ കാര്യമായിട്ടല്ല പറയുന്നത്. വെഹിക്കിൾ എടുത്തു കൊണ്ടുപോവുക എന്നുള്ളത് നിർബന്ധ കാര്യമായതുകൊണ്ടല്ല പറയുന്നത്. ഇറ്റ് വിൽ സെർവ് യു വെൽ ഇനഫ് അൺലെസ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. നിങ്ങൾ പുറത്തേക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് വരെ നിങ്ങളുടെ ബ്രെയിന് നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ സേവനം ചെയ്യും. ഈ ബ്രെയിൻ വിൽ സേവ് യു, നിങ്ങൾക്ക് സേവനം ചെയ്യും വെൽ ഇനഫ്, മതിയായ രീതിയിൽ. അൺലെസ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്, നിങ്ങൾ പുറത്തേക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ബ്രെയിന് നിങ്ങൾക്ക് സേവനം ചെയ്യും. ഇറ്റ് വോണ്ട്, അത് ആ ജുംല വായിക്കുകയാണ്. ഇറ്റ് വോണ്ട് ഡു എനി ഡീപ്പ് തിങ്കിങ് ഫോർ യു നോർ ഈവൻ എനി ക്ലോസ് തിങ്കിങ് വൈൽ യുവർ ലെഗ്സ് ആർ വേവിങ് വിത്ത് ഈച്ച് അതർ. ഇറ്റ് വോണ്ട് ഡു എനി ഡീപ്പ് തിങ്കിങ് ഫോർ യു, അത് ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അഗാധമായിട്ടുള്ള ചിന്തയോ നോർ ഈവൻ എനി ക്ലോസ് തിങ്കിങ്, ഒരു ക്ലോസ് ആയിട്ടുള്ള ചിന്തയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരില്ല. എപ്പോൾ? വൈൽ യുവർ ലെഗ്സ് ആർ വെയിങ് വിത്ത് ഈച്ച് അതർ, നിങ്ങളുടെ കാലുകൾ ആർ വെയിങ് വിത്ത് ഈച്ച് അതർ. വേവ് എന്ന് പറഞ്ഞാൽ ലൈ എന്ന് പറയുന്ന പോലെ വൈ എന്ന വാക്ക്. അപ്പോൾ ലൈ, LIE എന്നത് കിടക്കുക എന്നർത്ഥം. അതിൻ്റെ ING ഫോം LYING എന്നാണ്. അതുപോലെ തന്നെ VIE എന്നതാണ് വേർഡ്. അതിൻ്റെ ING ഫോം VYING എന്നാകും. വൈ എന്ന് പറഞ്ഞാൽ കോമ്പീറ്റ്, മത്സരിക്കുക എന്നർത്ഥം. അപ്പോൾ നിങ്ങളുടെ കാലുകൾ നിങ്ങളെ വഹിച്ചുകൊണ്ടിങ്ങനെ മത്സരിക്കുന്ന ഈ ഒരു സമയത്ത്, ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബ്രെയിന് കൂടുതലായിട്ടൊന്നും ചിന്തിച്ച് തരില്ല. പക്ഷേ ഇറ്റ് വിൽ ഡു എനി നമ്പർ ഓഫ് സ്മാൾ ഓഡ് ജോബ്സ് ഫോർ യു വില്ലിംഗ്ലി. പക്ഷേ ഈ ബ്രെയിന് നിങ്ങൾക്ക് വേണ്ടി ചില ഒറ്റപ്പെട്ട സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ താല്പര്യപൂർവ്വം ചെയ്തു തരും. വില്ലിംഗ്ലി എന്ന് പറഞ്ഞാൽ താല്പര്യപൂർവ്വം, ഇൻട്രസ്റ്റിംഗ്ലി എന്നർത്ഥം. പ്രൊവൈഡഡ് ദാറ്റ് യുവർ ലെഗ്സ് ആൾസോ ആർ മേക്കിംഗ് ദംസെൽവ്സ് യൂസ്ഫുൾ. പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഈഫ് എന്നർത്ഥം. അപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് ഈഫ് യുവർ ലെഗ്സ് ആർ മേക്കിംഗ് ദംസെൽവ്സ് യൂസ്ഫുൾ, നിങ്ങളുടെ കാലുകൾ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എങ്കിൽ ബ്രെയിന് താല്പര്യപൂർവ്വം തന്നെ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും.
നോട്ട് മിയർലി ബാൻഡിയിങ് യു അബൌട്ട് ടു ഗ്രാറ്റിഫൈ ദ പ്രൈഡ് ഓഫ് ദി സോൾ. ആത്മാവിൻ്റെ അഭിമാനത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ബാൻഡിയിങ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു അഡ്ജക്റ്റീവ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം കർവിങ് വിത്ത് ദ നീസ് വൈഡ് എപ്പാർട്ട് എന്നാണ്. ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന കാലുകൾക്കാണ് ബാൻഡി എന്ന് പറയാം. ബാൻഡി ലെഗ്സ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു നിൽക്കുന്ന കാലുകൾ എന്നർത്ഥം. അപ്പോൾ ഇവിടെ വെർബ് ആകുമ്പം വെർബിൻ്റെ അർത്ഥം വളയുക, വളഞ്ഞു പോവുക എന്നൊക്കെയാണ്. അപ്പോൾ നോട്ട് മിയർലി ബാൻഡിയിങ് യു, നിങ്ങളെ ഇങ്ങനെ വളച്ച് ചുറ്റിത്തിരിച്ച് കൊണ്ടുപോവുക എന്നത് മാത്രം അല്ല ചെയ്യുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ പ്രൈഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങളെങ്ങനെ കൊണ്ടുപോകുക എന്നതിനേക്കാൾ എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കാലുകൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ ചില ഒറ്റപ്പെട്ട നല്ല പ്രവർത്തനങ്ങൾ, ചില ജോബുകൾ നിങ്ങൾക്ക് വേണ്ടി താല്പര്യപൂർവ്വം ബ്രെയിൻ ചെയ്തു തരും. സച്ച് as it is എന്ന് പറഞ്ഞാൽ എന്തിനേറെ പറയണം എന്നർത്ഥം. എന്തിനേറെ പറയണം. ദിസ് എസ്സേ, ഈ ഒരു ലേഖനം വാസ് കമ്പോസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് എ വാക്ക് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ഇന്നത്തെ പ്രഭാതത്തിൽ നടക്കാൻ പോകുമ്പോഴാണ് ഈ ഒരു എസ്സേ രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ നടക്കാൻ പോയ സമയത്തായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു എസ്സേയുടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തീമും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ ആം നോട്ട് വൺ ഓഫ് ദോസ് എക്സ്ട്രീമിസ്റ്റ് ഹു മസ്റ്റ് ഹാവ് എ വെഹിക്കിൾ ടു എവറി ഡെസ്റ്റിനേഷൻ. എല്ലാ സ്ഥലത്തേക്കും, എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും വാഹനം വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് അല്ല ഞാൻ. ഐ നെവർ ഗോ ഔട്ട് ഓഫ് മൈ വേ. ഗോ ഔട്ട് ഓഫ് ദി വേ എന്ന് പറഞ്ഞാൽ ടു ട്രൈ വെരി ഹാർഡ് ടു ഡു സംതിങ്, എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുവാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നതിനാണ് പറയുക. അപ്പോൾ ഐ നെവർ ഗോ ഔട്ട് ഓഫ് മൈ വേ ടു അവോയ്ഡ് എക്സസൈസ് ഒഴിവാക്കണമെന്ന് പറയാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്ന ആളൊന്നുമല്ല, ഒഴിവാക്കണമെന്ന് കൂടുതലായിട്ട് ഇങ്ങനെ വാദിക്കുന്ന ആളൊന്നുമല്ല. ആസ് ഇറ്റ് വേർ എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്. ഇറ്റ് ഈസ് സെഡ് ആഫ്റ്റർ ആൻ അൺയൂഷ്വൽ എക്സ്പ്രഷൻ. എന്തെങ്കിലും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യം പറഞ്ഞതിന് ശേഷം, സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നൊരു വാക്കാണ് ആസ് ഇറ്റ് വേർ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എക്സസൈസ് ഒഴിവാക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന, അതിനു വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ഈ എക്സസൈസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നടത്തത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതെങ്ങനെയാണോ വരുന്നത് അങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ ഗുഡ് പാർട്ട്. അത് നല്ല രീതിയിൽ തന്നെ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ടേക്ക് ഇറ്റ് ഇൻ ഗുഡ് പാർട്ട്. ടേക്ക് സംതിങ് ഇൻ ഗുഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ രസകരമായി എടുക്കുക എന്നർത്ഥം. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കിയാലൊക്കെ അതൊരു ജസ്റ്റ് രസകരമായിട്ട് എടുക്കൂലേ, അതിനാണ് എന്തെന്ന് പറയുക, ടേക്ക് സംതിങ് ഇൻ ഗുഡ് പാർട്ട് എന്ന് പറയുക. Those valetudinarians who are always chattering about it and indulging in it to excess are no reason for despising it. Valetudinarians എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ പേഴ്സൺ who is unduly anxious about their health. തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ വ്യാകുലരായിട്ടിരിക്കുന്ന, ആങ്ഷ്യസ് ആയിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്ന വാക്കാണ് വാലിറ്റ്യൂഡിനേറിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ദോസ് വാലിറ്റ്യൂഡിനേറിയൻസ് ഹു ആർ ആൾവേസ് ചാറ്ററിങ് അബൌട്ട് ഇറ്റ്, ഈ നടത്തത്തെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും അതുപോലെ ആൻഡ് ഇൻഡൽജിങ് ഇൻ ഇറ്റ് ടു എക്സസ്, അമിതമായ രീതിയിൽ. എക്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോർ ദാൻ നെസസറി, ആവശ്യത്തിൽ കൂടുതലായിട്ട്. ഇൻഡൽജ് എന്ന് പറഞ്ഞാൽ അലൗ ടു എൻജോയ് സംതിങ് ഡിസയർഡ്, എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ള കാര്യം എൻജോയ് ചെയ്യുന്നതിനാണ് ഇൻഡൽജ് എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഈ നടത്തത്തെക്കുറിച്ച് സംസാരിക്കുകയും ആൻഡ് ഇൻഡൽജിങ് ഇൻ ഇറ്റ് ടു എക്സസ്, അമിതമായ രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ വാചാലമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരല്ല നോ റീസൺ ഫോർ ഡിസ്പൈസിങ് ഇറ്റ്. ഈ ഒരു നടത്തത്തെ വെറുക്കുവാൻ വേണ്ടിയുള്ള കാരണം അവരല്ല. ഡിസ്പൈസ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് എന്നർത്ഥം. ഐ ആം ഇൻക്ലൈൻഡ് ടു തിങ്ക് ദാറ്റ് ഇൻ മോഡറേഷൻ ഇറ്റ് ഈസ് റാദർ ഗുഡ് ഫോർ വൺ ഫിസിക്കലി. ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ വില്ലിങ് ടു ഡു സംതിങ്, താല്പര്യപ്പെടുക എന്നർത്ഥം. അപ്പോൾ ഐ ആം ഇൻക്ലൈൻ ടു തിങ്ക്, എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനാണ് താല്പര്യം. ദാറ്റ് ഇൻ മോഡറേഷൻ, മിതമായ രീതിയിൽ, ഇറ്റ് ഈസ് റാദർ ഗുഡ് ഫോർ വൺ ഫിസിക്കലി, ശാരീരികമായിട്ട് ഇറ്റ് ഈസ് റാദർ ഗുഡ് ഫോർ വൺ. ശാരീരികമായിട്ട് ഒരാൾക്ക് നടത്തം എന്താണ്, മിതമായ രീതിയിലാണെങ്കിൽ അത് നല്ലതാണ് എന്ന് ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ പെൻഡിങ് എ ടൈം, പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് എന്നർത്ഥം. അപ്പോൾ ഡ്യൂറിങ് എ ടൈം when no people wish me to go and see them, ഒരാളും ഞാൻ അവരെ പോയി കാണാനും
സംസാരിക്കാനുമൊക്കെ താല്പര്യപ്പെടാത്ത സമയം. അതുപോലെ ഐ ഹാവ് നോ വിഷ് ടു ഗോ ആൻഡ് സീ എനി വൺ, ഒരാളെയും പോകാനും ഒരാളുടെ അടുത്തേക്ക് പോകാനും അതുപോലെ കാണാനുമൊക്കെ എനിക്കും താല്പര്യമില്ലാത്ത സമയം. ആൻഡ് ദർ ഈസ് നത്തിങ് വാട്ട് എവർ ഫോർ മീ ടു ഡു ഓഫ് മൈ ഓൺ പ്രിമൈസസ്. പ്രിമൈസ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് എന്നർത്ഥം. ഇപ്പോൾ എൻ്റെ ചുറ്റുപാടിൻ്റെ ഓഫ് എന്ന് പറഞ്ഞാൽ അതിന് പുറത്തേക്ക്, എൻ്റെ ചുറ്റുപാടിൽ നിന്ന് എൻ്റെ സറൗണ്ടിങ്ങിൻ്റെ പുറത്തേക്ക് പോയിട്ട് എനിക്കൊരു കാര്യവും ചെയ്യാനില്ലാത്ത സമയത്തും ഐ നെവർ വിൽ ഗോ ഔട്ട് ഫോർ എ വാക്ക്, ഞാൻ പുറത്തേക്ക് നടക്കാൻ വേണ്ടി പോകുകയില്ല. അപ്പം ചുരുക്കത്തിൽ റൈറ്റർ പറയുന്നത് വാക്കിംഗ് സേക്ക്, നടക്കാൻ വേണ്ടി നടക്കാൻ പോകുക എന്നുള്ളത് ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്. മറിച്ച് എന്തെങ്കിലും പേർപ്പസ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനൊക്കെ ഉള്ള രീതിയിൽ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ ബ്രെയിന് നമ്മളെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കും. അല്ലാതെ വെറും നടക്കാൻ വേണ്ടി മാത്രം നടക്കാൻ പോവുക എന്നുള്ളത് അത്ര ഉപകാരപ്രദമായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഇതിലൂടെ എസ്സേയിലൂടെ മാക്സ് ബീർബോം വിശദീകരിക്കാൻ